ശ്രീ കുറുക്കോളി മൊയ്തീൻ 7 മിനിറ്റ്. സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ ഞാൻ അംഗീകരിക്കുകയാണ്, ഞാൻ പിന്തുണക്കുന്നു. സർ, ഒരിക്കൽ കൂടി ഈ സഭയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുന്നു. കേരളത്തിൽ വർഗീയത താണ്ഡവമാടി വർഗീയ പ്രചരണങ്ങൾ കളിപ്പാട്ടമാക്കി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച ഒരു കാലഘട്ടം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ തന്മയത്വത്തോടെ സൗഹാർദ്ദം വളർത്തി ഐക്യത്തോടുകൂടി ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തി മതേതരത്വം സംരക്ഷിച്ച് ജനങ്ങളെ നയിക്കാൻ വളരെ പ്രഗത്ഭമായി നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ നേതാവിനെ, പ്രിയങ്കനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഈ സഭ മുമ്പാകെ വെച്ച് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, എൻ്റെ മണ്ഡലം തിരൂരിൽ നിന്ന് ഒരിക്കൽ കൂടി എന്നെ ജനങ്ങൾ വിജയിപ്പിച്ചാണ് ഇങ്ങോട്ട് അയച്ചത്. തിരൂരിലെ തെരഞ്ഞെടുപ്പിന് കുറേ സവിശേഷതകളുണ്ടായി. ആദ്യമായി കടന്നു വന്ന ദിവസം ഇടതുപക്ഷ സുഹൃത്തുക്കൾ പോലും കൈപിടിച്ച് എന്നെ അഭിനന്ദിച്ചവരുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ അന്വേഷിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് വന്നത് സർ? ഇടതുപക്ഷത്തിൻ്റെ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അംഗീകരിച്ച സ്ഥാനാർത്ഥിയല്ല അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. 1982 പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും സമ്പന്നരായ ആളുകളെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പരീക്ഷണം നടത്താൻ CPM തയ്യാറായി. അവിടെ പരാജയപ്പെട്ടു എങ്കിലും തുടർന്നും ആ അഭ്യാസ മുറകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പന്നനായ വ്യക്തി പണച്ചാക്കും കാണിച്ച് മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറായി. നിങ്ങളുടെ നയം ഇത്രയേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിയല്ല, വ്യക്തിയെയാണ് നിങ്ങൾ അംഗീകരിച്ചത്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയതിൻ്റെ ഏകദേശം 4 ഇരട്ടിയോളം ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു. 7000-ന് ജയിച്ച എന്നെ 24,000-ലേറെ വോട്ടിനാണ് ഇപ്രാവശ്യം ജയിപ്പിച്ചത്. സർ, ആ തിരൂരിലെ ജനങ്ങളോട് ഈ രീതിയിലുള്ള കുപ്രചരണങ്ങളും വർഗീയ ധ്രുവീകരണ നടപടികളും കൂടെ ഈ പണച്ചാക്ക് ഒടുകലും ഒക്കെ ഉണ്ടായിട്ടും മതേതരത്തിനൊപ്പം ജനാധിപത്യത്തെ കാത്ത് ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചുകൊണ്ട് അയച്ചതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. UDFിൻ്റെ വിജയം പ്രോജ്വലമാണ് സർ, അഭൂതപൂർവമല്ലേ. ഞെട്ടൽ മാറിയിട്ടില്ലല്ലോ അപ്പുറത്തുള്ള ആളുകൾക്ക്. ഇപ്പോഴും ഒന്ന് നിങ്ങൾ ശരിയായി നിൽക്ക്. ഞെട്ടൽ മാറിയിട്ടില്ല നിങ്ങൾക്ക്. എന്തുമാത്രം വലിയ വിജയമാണ് സർ. 1,00,000-ലേറെ വോട്ടുകൾ നേടി വിജയിച്ചു വന്ന അംഗങ്ങൾ ഇതിൽ പലരുമുണ്ട് എന്ന വസ്തുത ഞാൻ ഈ സഭ മുമ്പാകെ വെക്കുകയാണ്. 50% വോട്ടുകൾ വാങ്ങിയവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അങ്ങ് മഞ്ചേശ്വരം അഷ്റഫ് മുതൽക്ക് ഇങ്ങോട്ടൊക്കെ 50% വോട്ട് വാങ്ങിയാണ് വിജയിച്ചു വന്നിട്ടുള്ളത് എന്ന വസ്തുത ഞാൻ ഈ സഭയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭൂരിപക്ഷം ഒന്ന് നോക്കൂ. 1.5 ലക്ഷത്തോളം, 1,31,000-നപ്പുറം, 85,000-ന് മേലെ ഭൂരിപക്ഷം. നമ്മൾ മുഖ്യമന്ത്രിക്ക് മൊത്തം കിട്ടിയ വോട്ടിനോളം കുഞ്ഞാലി സാഹിബിന് ഭൂരിപക്ഷം. ഖുർആനിൽ ഒരു പരാമർശമുണ്ട്, മരണത്തിന്റെ രുചി അറിയാതെ ആരും ഉണ്ടാവില്ല എന്നതുപോലെ ഇടതുപക്ഷക്കാർ രുചി അറിയാതെ ഈ തെരഞ്ഞെടുപ്പ് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ മുഖ്യമന്ത്രി പോലും, പഴയ മുഖ്യമന്ത്രി പോലും 7 റൗണ്ട് എണ്ണിയപ്പോഴും പിന്നിലായിരുന്നു. ഞാൻ സന്തോഷം പറയട്ടെ, എൻ്റെ 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേഖലയിലും 15 റൗണ്ട് വോട്ടെണ്ണിയപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മുമ്പിലായിരുന്നു എന്ന സന്തോഷം കൂടി എൻ്റെ ഇടതുപക്ഷക്കാരോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടപ്പോൾ പോകുന്നത്? സ്വാമി വിവേകാനന്ദൻ ഇതിനെ ഭ്രാന്താലയം എന്ന് കേരളത്തെ ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറ്റി സംസ്കാര സമ്പന്നമായൊരു നാടാക്കിയതിനെ കൊണ്ടുവന്നതിന് വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് നമ്മൾ പൂർവികർ. നിങ്ങളത് കേടുവരുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയ കോപ്രായങ്ങളാണ് നിങ്ങളുടെ കളിപ്പാട്ടം. ഇപ്പോൾ മാറ്, നിങ്ങൾ പഴയ നിലയ്ക്ക് തിരിച്ചു പോകും. നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പറഞ്ഞല്ലോ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. ഏതൊക്കെ തെറ്റാണ് നിങ്ങൾ തിരിച്ചത്? ഒന്ന് ഞങ്ങളോട് പറയൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തെറ്റ് തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. തെറ്റ് തിരുത്തിയോ? അല്ല, തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടല്ലോ. ആ ബോധ്യം വന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അത് തിരുത്തിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും പറഞ്ഞു തെറ്റ് തിരുത്തും. ഏതൊക്കെ തെറ്റാ തിരുത്തുക എന്നുള്ളതും സഭ പറയോ?
കേൾക്കാൻ സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാലക്കാട്ട് ബാലനും കണ്ണൂരിലെ നിങ്ങളുടെ ബേബിയും നിങ്ങളുടെ നവോത്ഥാന നായകനായി നിങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയും ചൊരിഞ്ഞ വർഗീയ പ്രചരണങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറല്ലേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി, തൊപ്പിയും വേഷവും എന്താണ് അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറല്ലേ ഇപ്പോൾ ആഭ്യന്തര മന്ത്രി? വളരെ സന്തോഷമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ കേരളത്തെ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് കാമാക്ഷരം നിങ്ങളുടെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറയാൻ അവകാശമില്ല. സ്റ്റാലിന്റെ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെക്കുറിച്ച് പോയ പരാമർശങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരെ പൂജിച്ച് കൊണ്ടുപോകുന്നു. നിങ്ങൾ നോക്കിയത് മുഖ്യമന്ത്രി കസേരയിൽ മാത്രം. മുഖ്യമന്ത്രി വീണ്ടും മന്ത്രിയാകാനുള്ള അവസരത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത്. മുഖ്യമന്ത്രി സർക്കാർ ഞങ്ങൾക്കുണ്ടാകും. ഭരണം ലക്ഷ്യമായി കേരളത്തിലെ ഒരു പാർട്ടി മുന്നോട്ട് പോയി എങ്കിൽ അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഭരണ ലക്ഷ്യമാക്കി. ഞങ്ങൾക്ക് ഭരണ ലക്ഷ്യമല്ല, ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് ഭരണം. അതിന് കിട്ടിയ അംഗീകാരമാണ് ഞങ്ങൾ ജനങ്ങളെ നോക്കിയത്, നിങ്ങൾ മുഖ്യമന്ത്രി കസേര നോക്കിയത്. അതിന് കിട്ടിയ പതനമാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഈ വർഗീയമായി അഭിപ്രായപ്പെട്ട ഇപ്പോൾ വലിയ തോൽവി പറ്റിയപ്പോൾ ജില്ലാ കമ്മിറ്റികളൊക്കെ പറയാണ് പിണറായിന്റെ തലയിൽ വെക്കുകയാണ്. ഞാൻ പറയുന്നു, പിണറായി മാത്രമല്ലല്ലോ കുറ്റക്കാരൻ, നിങ്ങളൊക്കെ കുറ്റക്കാരല്ലേ? നിങ്ങളതിന് പിന്തുണച്ചിട്ടല്ലേ? നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ നിങ്ങളെ പാർട്ടിയെ തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതിന്റെ പോരായികയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് സജി ചെറിയാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മലപ്പുറത്തേക്കും കാസർഗോട്ടേക്കും നോക്കാൻ. നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് എനിക്കറിയും. നോക്കിയിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയുമായിരുന്നു. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേര് നോക്കിയോ? എന്റെ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, ജയിച്ചു വന്നവരെ നിങ്ങൾ നോക്കിയോ? മലപ്പുറത്ത് നിന്ന് 16 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു. ആളുകൾക്ക് 6 ലക്ഷത്തിലേറെയാണ് ഭൂരിപക്ഷം സാർ. വളരെ പ്രധാനപ്പെട്ട കാര്യം അവരോട് പറയുന്നത്, അതിനുള്ള അനുവാദം തരണം. അപ്പൊ അതുകൊണ്ട് 6 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. എന്റെ പ്രിയ സുഹൃത്ത് ജോയ് ജയിച്ചത് തവനൂരിൽ. കഴിഞ്ഞ സഭയിലെ ഇതേപോലെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തി പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊരു മെമ്പർ പറഞ്ഞു, എന്നോട് മത്സരിക്കാൻ ലീഗുകാർ തയ്യാറുണ്ടോ എന്ന് ഈ സഭയിൽ വെച്ച് ആ മൂലയിൽ വെച്ച് ചോദിച്ചു ഒരു കൂട്ടുകാരൻ. ആ മണ്ഡലത്തിൽ നിന്നതാ എന്റെ പ്രിയങ്കനായ സുഹൃത്ത് ജോയ് 15,000-ഓളം വോട്ടിന് വിജയിച്ച് ഈ സഭയിൽ വന്നിരിക്കുന്നു. ആ സുഹൃത്തുക്കളെ ഇല്ല, നിങ്ങളൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അവിടെ ജോയിയുടെ ഇവിടെ സജി പറഞ്ഞ സമുദായത്തെ കുറിച്ചാണല്ലോ, ഏത് സമുദായക്കാരാണെന്നാണല്ലോ. നിങ്ങൾ CPM മനസ്സിലാക്കണേ, നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അവിടെ ജോയിയുടെ കുടുംബം കഷായത്തിൽ ചേർക്കാൻ അരക്കഴിഞ്ഞു പോലും കിട്ടില്ല. അവിടെയാണ് VS ജോയ് ഈ സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി, കഴിഞ്ഞ മുഖ്യമന്ത്രി മലയാളിയായ ഒരു സുഹൃത്തിനോട് പറഞ്ഞു കടക്ക് പുറത്ത് എന്ന്. ഇപ്പോഴാ മലയാളികൾ എല്ലാവരും കൂടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇരിക്കു പുറത്ത് എന്ന് ഉച്ചത്തിൽ ശബ്ദിച്ച ഒരു സന്ദർഭം മനസ്സിലായത്. ഞാൻ ഈ നയപ്രഖ്യാപനത്തിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട്